യേശുവിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൽ വന്ദനം. കർത്താവിൻ്റെ കൃപയിൽ കർത്താവ് നമ്മെ സമൃദ്ധിയോടെ ഐശ്വര്യമായ ജീവൻ തന്ന് നടത്തുന്നതിനാൽ അവന് നന്ദി പറയുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് സങ്കീർത്തനം 3:3 സാം 3:3 നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ബട്ട് യു ലോഡ് ആർ എ ഷീൽഡ് അറൗണ്ട് മീ, മൈ ഗ്ലോറി, ദ വൺ ഹൂ ലിഫ്റ്റ്സ് മൈ ഹെഡ് ഹൈ. നമ്മുടെ ദൈവം നമ്മുടെ മഹത്വമാ. എന്നാൽ അവസാനം പറയുന്നു, മൂന്നാമത് പറയുന്നു, എൻ്റെ തല ഉയർത്തുന്നവനാണ്. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ തല കുനിഞ്ഞുപോയി. എന്തുകൊണ്ടാണ് കുനിഞ്ഞു പോയത്? തൻ്റെ മകൻ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് താൻ ഓടിപ്പോവുക. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളൊക്കെ മാതാപിതാക്കളല്ലേ? ആമേൻ. കുഞ്ഞുങ്ങൾ നമ്മളെ നെട്ടോട്ടമിട്ട് ഓടിച്ചാൽ എങ്ങനെയിരിക്കും? നമ്മുടെ ഹൃദയവികാരം എങ്ങനെയായിരിക്കും? ഓടിപ്പോകുമ്പോൾ നമ്മൾ അയ്യോ പൊത്തോന്ന് പറയുമ്പോൾ അതോ സങ്കീർത്തനം എഴുതുമോ? സങ്കീർത്തനം എഴുതാൻ പറ്റുന്നത് ദാവീദിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദാവീദ് പറയുക, നീ എൻ്റെ തല ഉയർത്തുന്നവനാ. പോസിറ്റീവ് കൺഫെഷനാണ് അതെനിക്ക്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് അവസ്ഥകളിൽ കൂടി പോയാലും നമ്മളൊരു തീരുമാനമെടുക്കണം. നെഗറ്റീവായിട്ട് ഞാൻ ഒന്നും പറയത്തില്ല. കാരണം ഈ 3-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. അതായത് ശത്രു ഒത്തിരിയുണ്ട്, എതിർക്കുന്നവരനേകരുണ്ട്. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? കർത്താവിൽ ആശ്രയിക്കാതെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ പറയുന്നുണ്ട്, അവന് ദൈവത്തിങ്ങൾ രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു എന്ന്. ഇത് പറയുന്നതിന് മുമ്പ് ദാവീദ് പറയുക. അതായത് പലരും പറയും, ഇവൻ്റെ കാര്യം പോക്കാം, ഇപ്രാവശ്യത്തെ RCC പോക്കിൽ നിന്ന് തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഈ ആക്സിഡൻറ്റിൽ നിന്ന് അവൻ എഴുന്നേക്കത്തില്ല. നമ്മൾ തന്നെ വായിക്കുന്നുണ്ടല്ലോ സങ്കീർത്തനത്തിൽ, അവനൊരു ദീനം പിടിച്ചു, അവൻ കിടപ്പിലായി, അല്ലേ? ശത്രു ഇങ്ങനെയൊക്കെ നെഗറ്റീവ് സ്റ്റോറീസ് ചമച്ചുണ്ടാക്കും. പക്ഷെങ്കിൽ ഇവിടെ പറയുന്നു, അവന് ദൈവത്തിങ്ങൾ രക്ഷ ഇല്ല എന്ന്. പക്ഷെങ്കിൽ ദാവീദ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. 7-ാമത്തെ വാക്യത്തിൽ, യഹോവേ എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. പ്രൈസ് ഗോഡ്. താൻ പറയുക 8-ാമത്തെ വാക്യത്തിൽ, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നമുക്കുള്ള രക്ഷ എവിടെ നിന്നാണ് വരുന്നത്? ഡെലിവറൻസ് എവിടെ നിന്നാണ് വരുന്നത്? യേശു കർത്താവിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് രക്ഷ വരുന്നത്. ഞാൻ പറയട്ടെ, ഒരു യുദ്ധത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയുധമാണ് ഷീൽഡ്. ഷീൽഡ് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് പ്രൊട്ടക്ഷൻ തരും, സേഫ്റ്റി തരും, ഒരു കോൺഫിഡൻസ് തരും. ഈ ഷീൽഡ് ഉണ്ടെങ്കിൽ വരുന്ന അറ്റാക്സിനെ സ്റ്റോപ്പ് ചെയ്യത്തില്ല, പക്ഷേ ആ വരുന്ന അറ്റാക്കിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതിനെ അബ്സോർബ് ചെയ്യും. ആ ഇമ്പാക്റ്റ്, ആ വരുന്ന അറ്റാക്കിൻ്റെ ഇമ്പാക്റ്റ് ഈ ഷീൽഡ് അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നവന് പിന്നെയും മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ ചലഞ്ചസിനെയും ദൈവം ചിലപ്പം പെട്ടെന്ന് അങ്ങ് റിമൂവ് ചെയ്തൊന്നുമില്ല കേട്ടോ. പക്ഷെങ്കിൽ അവൻ നമുക്കൊരു വാഗ്ദത്തം തരുക. കുഞ്ഞെ, ഞാൻ നിൻ്റെ പരിചയമാണ്. നമുക്കറിയാം, അബ്രഹാമിനോട് ഒരിക്കൽ പറഞ്ഞു, അല്ലേ? പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം, നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ദൈവം തന്നെ അബ്രഹാമിനോട് പറയുക, ഞാൻ നിൻ്റെ പരിചയമാണ്. ഇവിടെ ദാവീദ് പറയുക, നീ എനിക്ക് ചുറ്റും പരിചയമാണ്. പ്രൈസ് ഗോഡ്.
ഭക്തന്മാർക്ക് അങ്ങനെ പറയാമെങ്കിൽ നമുക്കും പറയാൻ മേലേ? ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ടൊന്ന് പറഞ്ഞേ, കർത്താവേ, നീ എനിക്ക് ചുറ്റും പരിചയമാണ്. സാധാരണ പരിചയം മുന്നിൽ മാത്രം, നെഞ്ചത്ത് മാത്രം ഒന്നും പറ്റാതിരിപ്പാൻ്റെ ഗുണം പിടിച്ചുകൊണ്ടാണ് ഓടുന്നത്. പിന്നെ ശത്രു വരുന്നതനുസരിച്ച് അങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിഞ്ഞ് ഈ പരിചയം പിടിക്കും. ഇവിടെ ദാവീദ് ചുറ്റും പരിചയ, ശത്രുക്കൾ എന്നെ ചുറ്റി വളഞ്ഞു. അങ്ങനെ അവർ ചുറ്റും വന്നാലും പ്രൈസ് ഗോഡ്, കുഞ്ഞേ, നിൻ്റെ ശരീരത്തിൽ ആ ആയുധം കയറത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അവൻ നമ്മെ ഷീൽഡ് ചെയ്യും, അവൻ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യും, അവൻ നമുക്ക് കോൺഫിഡൻസ് തരും, അവൻ നമുക്ക് സുരക്ഷിതത്വം തരും. വിശ്വസിക്കാമോ? പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കട്ടെ, ഗാർഡ് ചെയ്യട്ടെ. അവനിലുള്ള ആശ്രയം നമ്മുടെ ഹൃദയത്തെ ഗാർഡ് ചെയ്യട്ടെ. ദൈവത്തിൻ്റെ ആ സാന്നിധ്യമുണ്ടല്ലോ, നമ്മളും നമ്മളെ തകർക്കാൻ വരുന്ന ആ ശത്രുവിനും മധ്യേ നിൽക്കും. ഹിസ് പ്രസൻസ് സ്റ്റാൻഡ്സ് ബിറ്റ്വീൻ us ആൻഡ് വാട്ട് വുഡ് ട്രൈ ടു ബ്രേക്ക് us. നമ്മെ തകർക്കുവാൻ വരുമെന്നേ, പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കും. ഞാൻ പറയട്ടെ, ആങ്സൈറ്റിയും ഭയവും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, റഷ് ചെയ്ത് പ്രഷർ നമ്മുടെ ഉള്ളിലേക്ക് വരിക. പല കാരണങ്ങൾ കൊണ്ട് വരാം. പ്രഷറല്ലേ? ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ, അവരൊക്കെ പഠിക്കുവാൻ സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പോയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തവണ്ണം ആപത്തുകളിലും അനർത്ഥങ്ങളിലും ചെന്ന് പെട്ടുകൊണ്ടിരിക്കുവല്ല, ദുഷ്ടൻ പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, അതൊക്കെ ചിന്തിക്കുമ്പം ഒരു പ്രഷർ വരും അല്ലേ? ഹല്ലേലൂയ. എന്നാൽ ദൈവസന്നിധിയിൽ കരയുന്ന മാതാവേ, കരച്ചിലിനെ അതിജീവിച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കരയുന്ന മാതാവാണ് നീയെങ്കിൽ, ഹല്ലേലൂയ, നിൻ്റെ കയ്യിലെ തലമുറയെ ശത്രു തട്ടിപ്പറിച്ചുകൊണ്ട് പോകത്തില്ല. കരയിപ്പിക്കാൻ നിൽക്കുന്ന ശക്തിയെ അതിജീവിക്കാൻ നിനക്ക് കഴിയുകയും ചെയ്യണം. അപ്പോൾ ഹല്ലേലൂയ, നമ്മൾ അങ്ങനെയൊക്കെ ഫിയറും പ്രഷറും എല്ലാം വരുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി പരിചയമെടുക്കും. അതായത് ദൈവം നമുക്ക് മുമ്പിൽ ഒരു പരിചയമായിട്ട് അങ്ങ് ഇറങ്ങും. നമുക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ഒന്ന് നോക്കാം, നമുക്ക് നമ്മുടെ തല ഉയർത്തി ഒന്ന് നോക്കാം. നമ്മുടെ കർത്താവ് ഒരു പരിചയമായിട്ട് അവിടെ ഇല്ലേ? ദ ഷീൽഡ് ഈസ് ഓൾറെഡി ഇൻ പ്ലേസ്. നിലവിളിക്കുന്നതിന് മുമ്പേ ഉത്തരം അരുളുന്നൊരു ദൈവമാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കരുതലും പ്രൊട്ടക്ഷനും കൊടുക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെയല്ലേ യേശുപ്പച്ചൻ നമ്മളെ കാണുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ലേറ്റ്ലി ഇപ്പോൾ ഈ സമയത്ത് നിൻ്റെ ഹൃദയത്തിൽ എന്താണ് കടന്നു പോകുന്നത്? എന്താണ് കടന്നു പോകുന്നത്? ഭയമാണോ? സംശയമാണോ? സ്ട്രെസ്സാണോ കടന്നു പോകുന്നത്? പരിശുദ്ധാത്മാവിനോട് ഒന്ന് ചോദിക്കാമോ? ദൈവം ഒരു ഷീൽഡായിട്ട് ഇപ്പോൾ നിനക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. പ്രൈസ് ഗോഡ്. അവൻ ഷീൽഡായിട്ട് ഏതുവിധ അനുഭവത്തിൽ കൂടി നാം പോയാലും അവൻ വന്ന് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ദൈവം നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കട്ടെ. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, നീ എൻ്റെ ഷീൽഡാ. എല്ലാ ആങ്ഷ്യസ് തോട്ട്സിൽ നിന്നും നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ. തല കുനിച്ചിരിക്കുവാനല്ല, നീ എൻ്റെ തല ഉയർത്തുന്നവനാകയാൽ ഞാൻ വളരെ താണ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വിഷമിച്ച് കുനിഞ്ഞു പോയാലും നിൻ്റെ ആ കരം, ആണിപ്പാടേറ്റ കരം എൻ്റെ തലയെ ഉയർത്തുമാറാകണമേ. ആങ്ഷ്യസ് ആകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഹല്ലേലൂയ ഒരു വലിയ വെളിച്ചമായിട്ട്, പ്രൈസ് ഗോഡ്, നിൻ്റെ എല്ലാ ആങ്ഷ്യസ് തോട്ട്സിനെയും വലിച്ചെടുക്കുന്നതായിട്ട്. ഹല്ലേലൂയ. ഹി വിൽ ടേക്ക് എവേ ഓൾ ദ ആങ്ഷ്യസ് തോട്ട്സ് എവേ ഫ്രം യു. നിന്നെ വലിച്ചെടുത്ത് മാറുന്നത് പോലെ ഹല്ലേലൂയ ഒരു ഫ്രീഡത്തിലേക്ക് ദൈവപൈതലേ നിന്നെ നയിക്കട്ടെ. പ്രൈസ് ഗോഡ്. വരുന്ന എല്ലാ ആയുധങ്ങളും ആ പരിചയം തട്ടി ബൗൺസ് ഓഫ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ചുറ്റും പരിചയം, മഹത്വവും, ഹല്ലേലൂയ നമ്മുടെ തല ഉയർത്തുന്നവനുമാകുന്ന ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവസ്നേഹത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ശത്രുവായുധങ്ങൾ ഏത് വശത്ത് നിന്ന്, സൈഡിൽ നിന്നോ മുമ്പിൽ നിന്നോ പുറകിൽ നിന്നോ എവിടെ നിന്ന് കർത്താവേ, ഹല്ലേലൂയ, ഏത് വിട്ടാലും നീ ഞങ്ങൾക്ക് പരിചയമായിരിക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, ആ അമ്പുകളെ ബൗൺസ് ബാക്ക് ചെയ്തൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾക്കൊരു കോൺഫിഡൻസും സമാധാനവും ധൈര്യവും തരുന്നത് നീയാകയാൽ കർത്താവേ, നീ ഞങ്ങളുടെ തലകളെ ഉയർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നു, ദൈവത്തിൽ തന്നെ ശരണപ്പെടുന്നു. പുതിയ കൃപയിൽ പുതിയ ബലത്തിൽ ഞങ്ങളെ നിലനിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.